Welcome to Sense of School of Life Sciences. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സ്പോർട്ട് ഫിഷറീസ് ഇൻ ഇന്ത്യയെ കുറിച്ചാണ്. Sport fishing is a source of recreation to millions of people from India and abroad. The medical authorities also say it is healthy for people to go fishing. ഇനി നമുക്ക് some of the major sport fishing species ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഗോൾഡൻ ഫിഷർ known as king of Indian sport fish because of its strength and fighting ability. ഫിഷ് അറിയാമല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോർട്ട് ഫിഷാണ്. Then rainbow trout, brown trout, conch, various carps and marine game fishes such as tuna, barracuda and giant trevally, etc. കൂടുതൽ സ്പോർട്ട് ഫിഷിംഗ് സ്പീഷീസും അവരുടെ പ്രത്യേകതകളും പ്രാക്ടീസ് ടെസ്റ്റിൽ തരും. ഇനി മേജർ സ്പോർട്ട് ഫിഷിംഗ് ഡെസ്റ്റിനേഷൻസ് നോക്കാം. ഹിമാചൽ പ്രദേശ് ട്രൗട്ട് ഫിഷിങ്ങിന്, ഉത്തരാഖണ്ഡ് മഷീർ ഫിഷിംഗ്, ജമ്മു ആൻഡ് കാശ്മീർ ട്രൗട്ട് ഫിഷിംഗ്, കർണാടക മഷീർ ഫിഷിംഗ്, Assam and other northern states മഷീർ ആംഗ്ലിംഗ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് മറൈൻ സ്പോർട്ട് ഫിഷിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി അടുത്ത് ഫിഷിംഗ് ടാക്കിൾസ് ആൻഡ് സ്പോർട്ട് ഫിഷിംഗ് ടെക്നിക്സ്. ഫിഷിംഗ് ടാക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഫിസിക്കൽ എക്യുപ്മെന്റ് യൂസ്ഡ് ടു ക്യാച്ച് ഫിഷ്, റോഡ്സ്, റീൽസ്, ലൈൻസ്, ഹുക്സ്, ബെയ്റ്റ് ആൻഡ് ലൂർസ് എക്സെട്ര. ബെയ്റ്റ് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്ന വേംസ് പോലുള്ള റിയൽ ഓർഗാനിക് ഫുഡ് യൂസ് ടു അട്രാക്ട് ഫിഷ്. എന്നാൽ ലൂർസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആർട്ടിഫിഷ്യൽ ഓബ്ജക്ട്സ് made of plastics, wood, metals, etc. Then fishing techniques are the methods of catching fish or manner in which the tackle is used. ശ്രദ്ധിക്കുക, അതായത് ടാക്കിൾസും സ്പോർട്ട് ഫിഷിംഗ് ടെക്നിക്കും MCQ ഓപ്ഷൻസിൽ മിക്സ് ചെയ്ത് ചോദിക്കാറുണ്ട്. അത് മാറിപ്പോയത്, അത് വളരെ ശ്രദ്ധിക്കണം. മേജർ സ്പോർട്ട് ഫിഷിംഗ് ടെക്നിക്സ്: സ്പിന്നിങ്, most popular and versatile technique. It is suitable for many fish species. ഇതിൽ സ്പിന്നിങ്ങിൽ ഉപയോഗിക്കുന്ന റീൽ ഓപ്പൺ ഫേസ് ആയിരിക്കും. അതായത് ദ റീൽ ഹാങ്ങിങ് അണ്ടർ ദ റോഡ്. സ്പിൻ കാസ്റ്റിംഗ് സ്പിന്നിങ് പോലെ സമയമുള്ളതാണ്, പക്ഷെ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ഓൾസോ വെരി പോപ്പുലർ. ഇതും സ്പിന്നിങ് പോലെ മോസ്റ്റ് പോപ്പുലർ തന്നെയാണ്. അതിന്റെ എന്താണ് വ്യത്യാസം? ഇറ്റ് ഈസ് പോപ്പുലർ എമോങ് ബിഗിനേഴ്സ്. ഇറ്റ് യൂസസ് ക്ലോസ്ഡ് ഫേസ് സ്പിൻ കാസ്റ്റ് റീൽ. അതായത് ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആകാൻ കാരണം ക്ലോസ്ഡ് ഫേസ് സ്പിൻ കാസ്റ്റ് റീലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 2022 ഈ ഭാഗത്തുനിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഷിംഗ് ടെക്നിക് ഈസ് മോസ്റ്റ് പോപ്പുലർ എന്ന്. അതിൽ ആൻസർ പ്രൊഫഷണൽ കീയിൽ കൊടുത്തിരുന്നത് സ്പിൻ കാസ്റ്റ് ആണ്. പക്ഷേ അത് ഒരു പ്രശ്നമുണ്ടോ മനസ്സിലാക്കുക. അതിൽ വരുന്ന ഒരു കാര്യം, സ്പിന്നിങ്ങും സ്പിൻ കാസ്റ്റിങ്ങും രണ്ട് രീതിയിൽ പോപ്പുലറാണ്. സ്പിന്നിങ് മോസ്റ്റ് പോപ്പുലർ ആൻഡ് വെർസറ്റൈൽ ടെക്നിക് ആണ് പൊതുവെ. സ്പിൻ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ബിഗിനേഴ്സിനാണ് അല്ലേ കൂടുതലും. അവിടെ അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് അതിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു. രണ്ട് പോപ്പുലർ തന്നെയാണ്, ഭാഗ്യമായിട്ട് ശരിയാണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ ബെയ്റ്റ് കാസ്റ്റിംഗ്, accurate casting with the heavier lures preferred by experienced anglers. Fly fishing uses artificial flies. അതായത് ഒരു ലൈറ്റ് വെയ്റ്റ് ആർട്ടിഫിഷ്യൽ ഫ്ലൈ ഈസ് യൂസ്ഡ് ആസ് ബെയ്റ്റ് ടു ക്യാച്ച് ദ ഫിഷ്. അപ്പോൾ അത് കൺവെൻഷണലായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് അല്ല ഇതിൽ ഉപയോഗിക്കുന്നത്. ട്രോളിംഗ് lures or bait are pulled behind a moving boat. Bottom fishing targets fish near the bottom. Surf fishing from the shoreline or beach. Drift fishing, boat drifts naturally with the current. Jigging ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. Vertical movement of jigs എന്ന് പറയുന്നത് വെയ്റ്റഡ് ലിയറാണ് ഓർത്തിരിക്കുക. Then ice fishing വളരെ ഇമ്പോർട്ടൻ്റ് മറ്റൊന്നാണ്. ഫിഷിംഗ് ത്രൂ ഹോൾസ് ഇൻ ഐസ്. എന്താണ് ഐസ് ഫിഷിംഗ്? ഇൻവോൾവ്സ് catching fish through a hole cut in the surface of a frozen lake.
അല്ലെങ്കിൽ റിവർ അല്ലെങ്കിൽ പോണ്ട്. ഇത് കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ കാനഡ, നോർവേ, സ്വീഡൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വാട്ടർ ബോഡീസ് വിൽ ഫ്രീസ് ഡ്യൂറിങ് വിന്റർ. അതുകൊണ്ട് ഐസ് ഫിഷിംഗ് ടെക്നിക്കിനെ വിന്റർ സ്പോട്ട് ഫിഷിംഗ് ടെക്നിക് എന്നും പറയാറുണ്ട്, ഓർത്തിരിക്കുക. ദെൻ സ്പിയർ ഫിഷിംഗ്, underwater fishing using spear or spear gun. Then മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് catch and release ഫിഷിംഗ്. പ്രധാനം എന്ന് പറഞ്ഞാൽ ഇതിൽ കൺസർവേഷൻ ഓറിയന്റഡ് പ്രാക്ടീസ് ആണ്, യൂസ്ഡ് alongside other technique. അപ്പോൾ ഇവിടെ അതായത് ദിസ് വിൽ എൻകറേജ് ദ സസ്റ്റൈനബിൾ സ്പോർട്ട് ഫിഷറീസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊരു 3-4 MCQ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതലായിട്ടുള്ളത് പ്രാക്ടീസ് സെഷനിൽ തരാം. ദ ഗോൾഡൻ മെഷീർ ഈസ് സയന്റിഫിക്കലി നോൺ ആസ് ടോർ പെറ്റിറ്റോറ, ടോർ ഹോർഡി, കാറ്റ്ല ലാബിയ റോക്കറ്റ്. അത് എ ആണ് ആൻസർ. Catch and release fishing helps to increase fish mortality, conserve fish population, conserve ചെയ്യുമല്ലോ അല്ലേ, ബി ആണ് ആൻസർ. Which fishing gear is commonly used in sport fishing? സ്പോർട്ട് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ഗിയർ ആണ് ചോദിച്ചിരിക്കുന്നത്, തെറ്റിപ്പോയത്. ബോട്ടം ട്രോൾ, പെർസീൻ, റോഡ് ആൻഡ് റീൽ ആണ് ആൻസർ. സസ്റ്റൈനബിൾ സ്പോർട്ട് ഫിഷറീസ് എൻകറേജ്, ഇപ്പൊ പഠിച്ചതല്ലേ ഉള്ളൂ, ബി catch and release practice. Which tackle prevents twisting of the fishing line? A float, then survival, sinker, bobber. Answer survival ആണ്. Okay, more questions I shall give in the practice test. Thank you.